ഇൻജെക്ടിങ് സൂണാണ്. മെഡിക്കൽ ത്രില്ലറാണോ? മെഡിക്കൽ ത്രില്ലറാണ്. ഹോസ്പിറ്റലാണ് ബാക്ക് ഡ്രോപ്പ് വരുന്നത്. എനിക്കൊരു ഹൈലൈറ്റ് തോന്നിയത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് ബൈ ഗോപി സുന്ദർ. മെയിൻ ത്രില്ലർ ഇതായതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. ഗോപിച്ചേട്ടൻ അത് പൊളിച്ചടക്കി ഒരു വിശ്വാസമുണ്ട്. നേരത്തിൽ തുടങ്ങാം. ഞങ്ങളുടെ എല്ലാവരുടെയും നേരം മാറ്റിയ പടമായിരുന്നു. ഞാൻ അതിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പലർക്കും അറിയില്ലെന്ന് തോന്നില്ല. അൽഫോൺസിന് എപ്പോഴും ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും കൂടുതലുള്ളത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. ചീത്ത വിളിക്കാൻ ആൾക്കാർ എന്നൊക്കെ എന്നെയൊക്കെ കണ്ടുപൂട്ടി ചീത്ത വിളിക്കാൻ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭീകരമായിട്ട് അതിൻ്റെ അപ്പുറം ഹിറ്റായൊരു സിനിമയായിരുന്നു. വൈഡ് ഓഡിയൻസിലേക്ക് അക്സെപ്റ്റൻസ് കിട്ടിയൊരു സിനിമ കൂടിയാണ്. ഗോൾഡിനെ പറ്റി അൽഫോൺസ് എന്തെങ്കിലും പറയാറുണ്ട് ആസ് എ ഫ്രണ്ട്? ഹ്യൂജ് എക്സ്പെക്ടേഷൻ ആയിരുന്നു. ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഗോൾഡ് അത്ര വർക്കാവാതെയും പിന്നെ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഇതിലൊക്കെ ഭയങ്കര രീതിയിലുള്ള ചിതവിളിയും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടൊരു ഇതുണ്ടായിരുന്നു. പിന്നെ പ്രേമത്തിലൂടെ നേരം തെളിഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടത്തിന് തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു പ്രൊഡ്യൂസറും കൂടിയുണ്ട്. ആക്ടർ പ്രൊഡ്യൂസർ സിജു വിൽസൺ. താങ്ക് യു. ഇൻജെക്ടിങ് സൂണാണ് സിജു വിൽസന്റെ പടം. ഡോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മരുന്നിന്റെ ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡോസ് എന്ന് പറയില്ല, അളവാണ് ഉദ്ദേശിച്ചാണ്. കഴിഞ്ഞതുകൊണ്ട് എന്തിലും പറയില്ല, മരുന്നാണെങ്കിലും നമ്മളൊരാൾ ചൂടായാലും പറയും നല്ല ഡോസ് കൊടുത്തു എന്ന് പറയും. പല രീതിയിലും പറയും. അളവിൻ്റെതാണ് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ. അപ്പൊ ഡോസ് ഒരു മെഡിക്കൽ ത്രില്ലറാണോ? മെഡിക്കൽ ത്രില്ലറാണ്. ഹോസ്പിറ്റലാണ് ബാക്ക് ഡ്രോപ്പ് വരുന്നത്. ഹോസ്പിറ്റലിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഒരു ഈ പറയുന്ന മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ കുറേ ദുരൂഹതകളും ഇതുണ്ട്. ഞാനതിനകത്ത് ഡോക്ടർ പ്രകാശ് എന്ന് പറയുന്നൊരു പൾമണോളജിസ്റ്റാണ്. അതായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേഷ്യൻസ് മരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അന്വേഷണം ഇദ്ദേഹം നടത്തുന്നുണ്ട്. അന്വേഷിക്കാനായിട്ടൊരു പോലീസ് ഓഫീസർ വരുന്നുണ്ട്. അത് അശ്വിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ത്രില്ലറിൽ എപ്പോഴും വരുന്നത് ഹൂ ആൻഡ് വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ടുവേർഡ്സ് എൻഡിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സസ്പെൻസ് ഫാക്ടർ ടുവേർഡ്സ് എൻഡ് വരെ നിലനിർത്താൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് വിശ്വാസം. ഒരു ഡോക്ടർ ആവാൻ സിജു വിൽസൺ എന്തൊക്കെ ചെയ്ത്? കാരണം പോലീസ് ആവാനായിരുന്നു ഡയറക്ടർ ആദ്യം വന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി പോലീസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതെ, ആ സമയത്ത് ജഗന്റെ മൂവി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു പോലീസ് ഓഫീസറായിട്ട്. അപ്പോൾ ഫിറ്റേഷൻ പരിപാടി വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ പെർഫോമൻസ് സ്കോപ്പും ഡോക്ടർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യാത്ത ക്യാരക്ടറും കൂടിയാണ്. അപ്പം അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത്. കാരണം അഭിലാഷിന് ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ അത് ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉള്ളതുകൊണ്ടാണ്. അതിനു മുമ്പ് ഒരു പോലീസ് സ്റ്റോറിയാണ് അഭിലാഷിൻ്റെ അടുത്തൊന്ന് പറഞ്ഞിരുന്നത്. ആദ്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു പോലീസ് സ്റ്റോറി പരിപാടിയായിരുന്നു. അപ്പോൾ പോലീസ് ഇത് തന്നെ സ്യൂട്ടാവുന്നുള്ള രീതിയിലാണ് പുള്ളി വന്നത്. അപ്പോൾ ഞാനാണ് ചോദിച്ചത് ഞാൻ ഇത് ചെയ്യാമെന്നുള്ളൊരു സംഭവത്തിലേക്ക് ചോദിച്ചത്. ഓക്കെ. അപ്പൊ സിജുവിന്റെ ഹാപ്പിനെസ് ഡോസ് ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് പറയും? ഹാപ്പിനെസ്, സന്തോഷത്തിന്റെ ഡോസ്. സന്തോഷത്തിന്റെ ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ, പിന്നെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഓരോ മൊമെന്റ്സും പൊളിക്കുക, അതുപോലെ തന്നെ സന്തോഷിക്കാനുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഈ പറയുന്ന ഹാപ്പിനെസ്സിൻ്റെയും സാഡ്നെസ്സിൻ്റെ ഇതിൻ്റെയൊക്കെ സ്വിച്ചസ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. മറ്റേ ഇൻസൈഡ് ഔട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഏത് നമ്മൾ പുറത്തേക്ക് കിടക്കണം, ഏത് സ്വിച്ചസ് നമ്മൾ ഓൺ ചെയ്യണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ് കൺട്രോൾ. അപ്പോൾ ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ ഹാപ്പിനെസ്സിൻ്റെ സ്വിച്ചസാണ് എപ്പോഴും ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കാറ്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടാണ് ശ്രമിക്കാറ്. ഹാപ്പിനെസ്സിൻ്റെ ഡോസ് കൂടുന്ന എപ്പോഴാണ് സിജു വിൽസന്? അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊരു സിനിമ ചെയ്തെടുക്കാൻ പറ്റുകയും അതിന് നല്ല അഭിപ്രായം കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കരിയറിൽ. പിന്നെ നമ്മൾ ലൈഫിൽ നമ്മൾ സക്സസ്ഫുൾ ആവുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ എന്താ പറയുക കൈപ്പിടിയിൽ നിൽക്കുകയും ചെയ്യുന്ന മൊമെന്റ്സ് ഒക്കെ വരുമ്പോൾ അതൊക്കെ ഹാപ്പിനെസ് ആണ്. അതെ. ആക്ടർ സിജു വിൽസൺ ഒരു റോള് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാ? പെർഫോമൻസ് സ്കോപ്പ് തന്നെയാണ്. സ്ക്രീൻ പ്ലേ നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ, പിന്നെ ഒരു യൂഷ്വൽ സാധനമാണോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത
പടങ്ങൾ പോലെ ഈ നേരത്തെ ചെയ്ത കഥാപാത്രങ്ങൾ പോലത്തെ സെയിം സംഭവങ്ങൾ തന്നെയാണെന്നുള്ളത് ഞാനൊന്ന് വിലയിരുത്തും. കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇതിലെന്തൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളതൊന്ന് ആലോചിക്കും. അതൊക്കെയാണ് കൂടുതൽ ചിന്തിക്കാറില്ല. പിന്നെ സിനിമ ആസ് എ ഹോൾ നമ്മൾ ആ നറേഷൻ കേട്ട് കഴിയുമ്പോൾ എനിക്കത് ഒരു സിനിമയായിട്ട് കണ്ട് എനിക്കത് ഇഷ്ടപ്പെടുമോ എന്നുള്ളതും കൂടി നോക്കാറുണ്ട്. ഒരു ഓഡിയൻസ് പെർസ്പെക്റ്റീവിലും ചിന്തിച്ച് നോക്കാറുണ്ട്. ഡോസിനെ പറ്റി പറയാന്നൊക്കെ പറഞ്ഞുതരും ഞങ്ങൾക്ക്. ഒരു പരിധി കൂടുതൽ പറയാനില്ല, കാരണം ആയതുകൊണ്ട്. എത്ര ദിവസം ഉണ്ടായിരുന്നു? പത്തനംതിട്ടയായിരുന്നു ഷൂട്ട് നടന്നിരുന്നത്. അവിടുത്തെ ഒരു ഹോസ്പിറ്റലായിരുന്നു, ശ്രീ അയ്യപ്പാസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലായിരുന്നു, മെഡിക്കൽ കോളേജ്. ട്രെയിലറിൽ കാണിക്കുന്ന ഹോസ്പിറ്റലാണ്. അതെ ട്രെയിലർ കണ്ടായിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ഫ്ലോറ് മാത്രമേ ഉള്ളൂ വർക്കിംഗ്, ബാക്കി ഫ്ലോർസൊക്കെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെ ഉണ്ട്. അവിടെ നമുക്കതുകൊണ്ട് സ്വസ്ഥമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അഭിലാഷിൻ്റെ പ്ലേസും കൂടിയാണ്, വടശ്ശേരിക്കര എന്ന് പറയുന്ന സ്പേസിലാണ് ഈ ഹോസ്പിറ്റലൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഇതായതുകൊണ്ട് തന്നെ അഭിലാഷ് ഡയറക്ടറിൻ്റെ സ്ഥലം കൂടിയാണ്. അപ്പോൾ ഒരു ലോക്കൽ സപ്പോർട്ടും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മെജോറിറ്റി പോർഷൻസും ഹോസ്പിറ്റൽസിൽ തന്നെയായിരുന്നു. ഇൻഡോർ ആയിരുന്നു. ഇൻഡോർ പരിപാടികൾ തന്നെയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഹോസ്പിറ്റൽസ് ഇപ്പോൾ എന്താ പറയുക ഭയങ്കര റണ്ണിങ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലൊക്കെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ അതുകൊണ്ട് നല്ല സ്വസ്ഥമായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാനും പറ്റി. കാര്യങ്ങളൊക്കെ എന്താ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പരിപാടി തന്നെയായിരുന്നു, നല്ലൊരു ലൊക്കേഷൻ തന്നെയായിരുന്നു. ഇൻസ്പയർഡ് ട്രൂ വിൻസ് എന്ന് പറയുന്നുണ്ട്. അത് ലോകത്ത് നടന്ന പല സംഭവങ്ങളാണോ? ഒരുപാട് ഹോസ്പിറ്റൽസിലും മെഡിക്കൽ ഫീൽഡിലൊക്കെ നടന്നേക്കുന്ന ഒരുപാട് ഇൻസിഡൻസും ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുള്ളൂ. എന്തിനും നമ്മൾ ന്യൂസും ഇതൊക്കെ കാണുന്നുള്ള പല പല സംഭവങ്ങൾ. അപ്പം ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ഫിക്ഷൻ തന്നെയാണ് പരിപാടി. അഭിലാഷിന് ഇതിൻ്റെ ഒരു ഐഡിയ വരുന്നത്, അഭിലാഷിൻ്റെ മദർ കുറച്ച് നാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൈസ്റ്റാൻഡറായിട്ട് അഭിലാഷാണ് കൂടെ വന്നിരുന്നത്. അപ്പോൾ ഫുൾ ഓൺ ഹോസ്പിറ്റലിലാണല്ലോ, പുള്ളി കംപ്ലീറ്റ് ഒബ്സർവ് ചെയ്ത് അങ്ങനെയാണ് ഒരു ഐഡിയാസും കാര്യങ്ങളും. ഇവിടെ ഇങ്ങനെ കുറച്ച് മരണങ്ങൾ സംഭവിക്കുന്നത്, അതിൻ്റെ പിന്നിൽ ആരായിരിക്കും എന്നൊക്കെ ഉള്ളൊരു അന്വേഷണത്തിന് പുറകെയാണ് ഇങ്ങനെ ഒരു തോട്ടിലേക്ക് വരുന്നതും ഒരു സ്ക്രീൻ പ്ലേ ആയിട്ട് എഴുതിയെടുക്കുന്നത്. ഹൊറർ എലിമെന്റ് ഉണ്ടോ? ഒന്നും പറയാൻ പറ്റില്ല. ഹൊററാണോ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്ത് എലമെന്റ് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അപ്പം ബേസിക്കലി ത്രില്ലറാണ്, ഒരു സസ്പെൻസ് ത്രില്ലർ പരിപാടിയാണ്. അത് ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അഭിലാഷിനെ പറ്റി പറഞ്ഞുതരാം. അഭിലാഷ് എനിക്കൊന്ന് ആദ്യത്തെ പ്രോജക്റ്റ് സംസാരിച്ച സിജുവിന്റെ. അതെ, 2018 അഭിലാഷിന് ആദ്യമായിട്ട് കാണാൻ വരുന്നത്. അന്ന് കാണാൻ വരുമ്പോൾ തന്നെ അഭിലാഷ് ഒരു ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഒരു ഫുൾ ചാർട്ടായിട്ടാണ് ഒന്നേങ്ങനെ, ഒരു ചാർട്ടിന്റെ റോളൊക്കെ ആയിട്ട് ഞാൻ ഇയാൾ എന്താണ് ഈ പരിപാടി, ഇയാൾ വല്ല കോൺട്രാക്ടറോ അല്ല വീടിന്റെ പ്ലാൻ പരിപാടിയോ എന്ത് സംഭവം എന്തെങ്കിലാണോ എന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളി അത് കഴിഞ്ഞിട്ട് ഫുൾ ചാർട്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇതൊരു സൈക്കോ ത്രില്ലറായിരുന്നു. അപ്പം ഇങ്ങനെ ഈ ഇന്റർ കണക്റ്റഡ് ആയിട്ട് കുറേ പരിപാടികളുണ്ട്, ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് കണക്ഷൻ പരിപാടികളുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ ഈ ക്യാരക്ടേഴ്സിനെ ഓരോരുത്തരെയും അന്ന് പിന്നെ ഈ കാസ്റ്റിങ്ങും ആരാന്നുള്ള തീരുമാനിച്ചിട്ടില്ല, ആദ്യം എൻ്റെ അടുത്താണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന ക്യാരക്ടേഴ്സിൻ്റെ പേരുകളൊന്നും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി പുള്ളി അത് കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത് കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തരുമ്പോൾ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോടുകൂടി പറയാൻ വേണ്ടിയിട്ട് അതന്നെ അങ്ങനെ കൊണ്ടുവന്നാണ്. ഇപ്പോഴും ചാർട്ട് ഇരിപ്പുന്നുണ്ട് പുള്ളിയുടെ. അതെ, അത് പിന്നെ ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് രാക്ഷസൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി, അതും ഇതുപോലെ ഒരു സീരിയൽ കില്ലിംഗ് പരിപാടി, സീരിയൽ കില്ലർ പരിപാടിയും ഏകദേശം ചെറിയ ചെറിയ ഒരു സിമിലാരിറ്റീസൊക്കെ വന്നുകൊണ്ടും അന്ന് പ്രൊഡക്ഷൻ അന്വേഷിച്ച് നടന്നിട്ട് ആരും ചെയ്യാനായിട്ട് ഇങ്ങനെ മടിച്ചു തന്നു. രാക്ഷസൻ ഇറങ്ങി ഹിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾറെഡി പോയി കണ്ട പ്രൊഡ്യൂസേഴ്സും അവരൊക്കെ വിളിച്ചിട്ട് നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ഫ്രഷ്നെസ് ഉണ്ടാവില്ലല്ലോ. ഓൾറെഡി നമ്മൾ കണ്ട മൂവിയുടെ പുറകെ വരുന്ന മൂവിന്ന് വരുള്ളൂ. അപ്പം അതുകൊണ്ട് അതങ്ങനെ അന്ന് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അഭിലാഷ് വേറെ ഐഡിയാസും തോട്ട്സൊക്കെ ചിന്തിക്കുന്ന ടൈമിലാണ് ഡോസ് എന്ന് പറയുന്ന മൂവിയിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. ഇതെന്നാ സ്ക്രിപ്റ്റായിട്ട് അഭിലാഷ് വരുന്നത്? അല്ല, സ്ക്രിപ്റ്റായിട്ട് വന്നിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളം ആയിട്ടുണ്ട്. 2 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് സ്ക്രിപ്റ്റായിട്ട് വന്നിട്ട്. അപ്പം അതിന് ഈ പറയുന്ന പോലെ നല്ലൊരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അങ്ങനെയാണ് ഷാൻഡോ ഇതിലേക്ക് വരുന്നത്. ഒരു വിശേഷം എന്ന് പറയുന്ന സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല പ്രോജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ത്രില്ലർ എല്ലായിടത്തും വർക്കാവുന്നൊരു ഇതാണല്ലോ. OTT-ലാണെങ്കിൽ എല്ലായിടത്തും ബിസിനസ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഓക്കെ ആയിട്ടുള്ള സംഭവം. അപ്പോൾ സസ്പെൻസ് ഫാക്ടർ നിലനിർത്തിക്കൊണ്ട് ടുവേർഡ്സ് എൻഡ് വരെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ അത് വർക്കാണ്. അപ്പോൾ എനിക്കും ആ ഫാക്ടർ തന്നെയാണ് ഇതിൽ
ഇഷ്ടമായത്. കാരണം ഇതിങ്ങനെ ട്വിസ്റ്റ് ആൻഡ് ടേൺസിൽ ഇങ്ങനെ പോയി പരിപാടി ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അതന്നെയാണ് എന്നെ ഇതിലേക്ക് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്, അട്രാക്ട് ചെയ്യിപ്പിച്ചത്. ഞാൻ സിജു വിൽസന്റെ ചില പടങ്ങൾ പറയും, ഇത് ലൈഫിന് എങ്ങനെ ഇമ്പാക്ട് ചെയ്തു, കരിയറിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്തു ഇത് പറയാം, അല്ലെങ്കിൽ ആ പടത്തിനെ ബേസ് ചെയ്ത് ഒരു ഓർമ്മ പറയാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. നേരത്തിൽ തുടങ്ങാം. ഞങ്ങളുടെ എല്ലാവരുടെയും നേരം മാറ്റിയ പടമായിരുന്നു. പിന്നെ നേരം എന്ന് പറയുന്നത് ഫുൾ ഓൺ ഷൂട്ടിൽ ഞാനുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പോൾ കിച്ചുണ്ട്, ഷറഫ് ഇടയ്ക്ക് വന്നിട്ട് പോകും. ഷറഫ് അന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷറഫ് ഇടയ്ക്ക് വന്നിട്ട് ഷൂട്ടിൻ്റെ ടൈമിൽ വന്നിട്ട് പോകും. അപ്പോൾ ചെന്നൈയിൽ ഞങ്ങൾ ഫുൾ ടൈം ഉണ്ട്. അപ്പോൾ അത് ബൈലിംഗിലാണല്ലോ, അപ്പോൾ മലയാളവും തമിഴും ഒരേ ടൈമിൽ ചെയ്യുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അറിയില്ലെന്ന്, കാരണം അതിനകത്ത് വിൽസൺ ജോസഫ് എന്നാണ് പേര് വെച്ചിരുന്നത്. അന്ന് പേര് വിൽസൺ ജോസഫ് എന്നാണ് വെച്ചിരുന്നത്. അതെ, ആദ്യം എൻ്റെ റെക്കോർഡിക്കൽ നെയിം സിജു വിൽസൺ തന്നെയാണ്. ഒരു ഗുമ്മ് കിട്ടാൻ വേണ്ടി വിൽസൺ ജോസഫ് എന്നുള്ളത് വെച്ചാണ്. അപ്പോൾ ഈ 72 ദിവസത്തോളം എന്തോ നേരത്തെ ഷൂട്ടുണ്ട്, ബൈലിംഗിലുണ്ട്. അപ്പോൾ ഫുൾ ഓൺ ഞാനുണ്ട്. അപ്പോൾ ആ ഒരു മൂവി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അത്രയും നാൾ ചെയ്തതിന് മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്തു, ലാസ്റ്റ് ബെഞ്ച് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നേരമാണ് ചെയ്യുന്നത്. ഈ 2 മൂവീസിലും മലർവാടിയിലാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ബെഞ്ചിലാണെങ്കിലും ആകെ 1 ദിവസം 2 ദിവസമാണ് ഞാൻ സിനിമ സെറ്റിൽ നിന്നേക്കുന്നത്. ഇത് 72 ദിവസം ഫുൾ ഓൺ ഷൂട്ട് നടക്കുമ്പോൾ നമ്മൾ സിനിമ ഉണ്ടാകുന്ന പ്രോസസ്സും കാര്യങ്ങളും പ്രീ പ്രൊഡക്ഷൻ തൊട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ഉണ്ടാകും. സിനിമ ഉണ്ടായി വരുന്ന പ്രോസസ്സ് മൊത്തം എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ അത് ഭയങ്കര ഒരു എല്ലാവർക്കും, ഞങ്ങളെല്ലാവർക്കും തന്നെ ഭീകര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെല്ലാവരും തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നേരത്തിൻ്റെ ഷൂട്ടിൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എല്ലാം അന്ന് കത്രി വെയിൽ എന്ന് പറഞ്ഞിട്ട് ആ ടൈമിലാണ് ഷൂട്ട് തുടങ്ങുന്നത്. ചെന്നൈയിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ടൈമാണ് കത്രി വെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള വെയിൽ. ചൂടത്താണ് നമ്മൾ കംപ്ലീറ്റ് നേരം ഫുൾ ഔട്ട്ഡോറാണ്. ഏറ്റവും കൂടുതൽ ഔട്ട്ഡോർ ഷൂട്ടുകളാണ് നടന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ള നേരത്തിൻ്റെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആ ഒരു മറ്റേ കോഫി ഷോപ്പല്ല, ചായക്കടയുടെ ഫ്രണ്ടിൽ ചൂടാവുന്ന സംഭവം ഉണ്ടല്ലോ, ഞാൻ ഇവൻ്റെ അടുത്ത് ഞാനുണ്ട്. തമിഴിൽ ഷബരിയാണ് എൻ്റെ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് അന്ന് ഉച്ചവരെ ഷൂട്ട് നടന്നിട്ടില്ല. കാരണം ഒരു ആർട്ടിസ്റ്റ് വരാനായിട്ട് ലേറ്റായിട്ട്, അൽഫോൺസ് ആണെങ്കിൽ ഭയങ്കര പിസ്ഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ലേറ്റായി. അപ്പോൾ ഉച്ചവരെ ഇങ്ങനെ വെറുതെ ഇരിക്കുക. കാരണം ഇതിങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഭയങ്കര ബഡ്ജറ്റ് കുറവിലും 5Dയിലൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നതും. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടും ടൈം കളയാനില്ലല്ലോ. ഇപ്പോൾ ഉച്ചവരെ നമുക്ക് ഷൂട്ട് നടന്നിട്ടില്ല. അപ്പോഴത്തേക്കും ഉച്ചയായപ്പോഴത്തേക്കും ഭ്രാന്തിട്ട് അന്ന് നമ്മുടെ ആ സീൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയതുകൊണ്ടും ശബരി ഉണ്ട് ഫുൾ ഓൺ അവിടെ. അതായതുകൊണ്ട് നമ്മൾ മറ്റേ കമ്പനി ആർട്ടിസ്റ്റാണ്. എപ്പോഴെങ്കിലും കോസ്റ്റ്യൂം ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കോസ്റ്റ്യൂം ഇടണം. അപ്പം ഞാൻ പ്രിപ്പയർഡ് അല്ല, അന്നല്ല ആ സീൻ പ്ലാൻ ചെയ്തതാണ്. ഉച്ചയായപ്പോൾ അൽഫോൺസോണ്ടും പെട്ടെന്ന് 2 ഡ്രസ് മാറ്, ഈ സീൻ ചെയ്യാൻ പറ്റുന്ന പെട്ട്. കാരണം കാണ്ടൻ ഡയലോഗുകളാണ്, ഇവിടെ ചീത്ത വിളിക്കണം, ചറപറ ഡയലോഗ്. എന്നിട്ട് പിന്നെ ആ സീൻ ഷൂട്ട് ചെയ്തു. അതായത് എൻ്റെ ഒരു 2-3 ടേക്ക് പോവും, തെറ്റിക്കും, അദ്ദേഹം മറ എന്നിട്ട് ശബരീനെ കേട്ടു, ശബരിയുടെ തെറ്റു, ഇങ്ങനെ മാറി അവസാനം പറഞ്ഞ് റെഡിയാക്കി ഒപ്പിച്ചെടുത്തു. വേർത്ത്. അത് പിന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സംഭവം കൂടിയായിരുന്നു. ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട്, നീ വട്ടിരാജ എന്താന്ന് വെച്ചാൽ ചെയ്തോ, വൈകിട്ട് നമുക്ക് കാശ് എത്തിക്കണമെന്നുണ്ട്, ചൂടായിട്ട് പോകുന്നതാണ്, കാശ് അപ്പുറം തരാന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന പരിപാടിയാണ്. അപ്പൊ അതാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന സീന്, നേരത്തിന്റെ സീൻ. അല്ല, അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ തീരുമാനിച്ചത് എങ്ങനെയാ? പഠിക്കാൻ വേണ്ടി തന്നെയാണോ? അൽഫോൺസിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു, നീ അസിസ്റ്റ് ചെയ്യാമോ എന്നുള്ളത് ചോദിച്ചു. അൽഫോൺസിന് എപ്പോഴും ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും കൂടുതലെന്ന് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. ചീത്ത വിളിക്കാൻ ആൾക്കാർ എന്നൊക്കെ എന്നെയൊക്കെ കണ്ടുമുട്ടി ചീത്ത വിളിക്കാറുണ്ട്. അല്ല, അങ്ങനെയല്ല, അതൊരു കംഫർട്ട് സോൺ ആണല്ലോ. അതന്നെ, സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ആ ഒരു വേറെ പ്രശ്നമോ ഈഗോയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പൊ അന്നത്തെ എഡിക്ക് ഒരു പടം ഡയറക്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടോ? അന്നത്തെ എഡിക്കില്ല. ഇന്ന് ചിലപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അത് എളുപ്പപ്പണിയല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കേപ്പബിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിലേക്ക് ഡയറക്ടർക്ക് വളരേണ്ടതുണ്ട്. അപ്പം ആ ഒരു കേപ്പബിലിറ്റിയും ആ ഒരു ക്വാളിറ്റിയിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ചെയ്യുമായിരിക്കും. അടുത്ത പ്രേമത്തിലേക്ക് പോകാം. നമുക്ക് ഇമ്പാക്റ്റ് അറിയാം ഓൾറെഡി. ഓർമ്മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരമാണെങ്കിലും പ്രേമമാണെന്നുണ്ടെങ്കിലും ഭീകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകളുള്ള
സിനിമയാണെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനും അതുപോലെ തന്നെ ഓർമ്മകളിലാണ്. ഇപ്പം ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഡ് ഓഡിയൻസിലേക്ക് അക്സെപ്റ്റൻസ് കിട്ടിയൊരു സിനിമ കൂടിയാണ്. പ്രേമം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭീകരമായിട്ട് അതിൻ്റെ അപ്പുറം ഹിറ്റായൊരു സിനിമയായിരുന്നു. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ജോജോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അതിനകത്ത് ചെയ്തത്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരുപാട് സീൻസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ജോജോയുടെ ഒരു ലവ് ലൈഫും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സിനിമയിൽ ആ കഫേയിലൊരു ഫോറിനർ ഇരിക്കുന്നുണ്ട്, ഒരു ഫോറിനർ പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. ജോജോയും ആ ഫോറിനർ പെൺകുട്ടിയൊക്കെ ആയിട്ടൊരു സീനും നമ്പർ കൈമാറുന്നതും ഇവർ തമ്മിലുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ഭയങ്കര ഇപ്പം തന്നെ ഭയങ്കര ഡ്യൂറേഷനാണ്. കാരണം ആ സിനിമ എന്ന് പറയുന്നത് ജോജോയുടെ പ്രണയമോ കാര്യമൊന്നുമല്ലല്ലോ, ജോർജിൻ്റെ ലവ് ലൈഫാണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. അപ്പോൾ അൽഫോൺസ് എന്ന് പറയുന്ന എഡിറ്റർ ആ സിനിമ എന്താണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സിനിമയുടെ എന്താണോ കറക്റ്റായിട്ടുള്ള കാര്യം അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാണ്. കാരണം അല്ലെങ്കിൽ അത് ഡൈവേർട്ടായി പോകേണ്ട ആവശ്യമില്ല വേറെ ആളിലേക്കും. ജോർജിൻ്റെ ലവ് ലൈഫിൽ തന്നെ ഫോക്കസ് ചെയ്താണ്. അന്ന് നമ്മുടെ സീന കട്ട് ചെയ്ത് കളയുമ്പോൾ വിഷമം തോന്നില്ലേ? പിന്നെ അതൊക്കെ തോന്നിയായിരുന്നു. അല്ല ഇപ്പം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ കുറേ സീൻസ് കട്ടായി പോയി എന്നൊക്കെ പറഞ്ഞവൻ വിഷമമൊക്കെ പറഞ്ഞാൽ പിന്നെ അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിലൊരു മുഴുനീള ക്യാരക്ടർ കിട്ടിയേക്കാണല്ലോ. പിന്നെ ആ സിനിമ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ജോജോ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഭയങ്കര ചിരിയും അതുപോലെ തന്നെ ഭയങ്കര അക്സെപ്റ്റൻസും എല്ലാ ക്യാരക്ടേഴ്സിനും കിട്ടിയൊരു സിനിമയാണ്. അപ്പോൾ ഒരുപാട് പുതുമുഖങ്ങൾ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം ജനങ്ങൾ ഓർത്തിരുന്ന സിനിമ കൂടിയാണ്. അപ്പം അതിൽ കൂടുതലൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതന്നെ 19ാം നൂറ്റാണ്ട് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്ന കഥാപാത്രം തിരശ്ശീലയിൽ വരുത്താൻ പറ്റിയ അത് എന്നിലൂടെയാണ്. ഇപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും ആളുകളുടെ ഓർമ്മയിലേക്ക് അതെ എൻ്റെ മുഖമായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്ന കഥാപാത്രവും 19ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ എന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമാകാൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഒരു 2 years അതിനു വേണ്ടി സ്പെൻഡ് ചെയ്താണ് എൻ്റെ ഓർമ്മയിലുള്ളത്. എൻ്റെ ഡയറ്റും പരിപാടിയൊക്കെ ആയിട്ട് എൻ്റെ ഞാൻ ഭയങ്കര ഫുഡിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട കുറേ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ആ സിനിമയും ആ കഥാപാത്രവും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള മനസ്സ് കാണിച്ചത്. കാരണം നമ്മളതിനു വേണ്ടി പണിയെടുത്തു എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായി. വെറുതെ അല്ല, അല്ലെങ്കിൽ ഒരു ഫേക്കിംഗ് അല്ല, ജെന്യൂനായിട്ട് അതിനാണ് അപ്രോച്ച് ചെയ്തെന്നുള്ളത് ഓഡിയൻസിന് മനസ്സിലായി. അതുകൊണ്ടാണ് ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടുകയും അല്ലെങ്കിൽ ഇപ്പോഴും 19ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയെ പറ്റി എന്നെ കാണുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കുന്നത് തന്നെ. കരിയറിൽ ഇമ്പാക്റ്റ് എന്തായിരുന്നു? കരിയറിൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്തൊരു സിനിമയാണ് 19ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. കാരണം അത്രയും ഓൾമോസ്റ്റ് 110 ദിവസം ഷൂട്ട് ചെയ്തു. ആ 110 ദിവസവും എനിക്ക് തോന്നുന്നു ഒരുപാട് ക്രൗഡുകളുള്ള സീക്വൻസസ് ആണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ സാറിൻ്റെ ഡയറക്ഷനിൽ അങ്ങനെ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്ത് പെർഫോം ചെയ്യേണ്ടൊരു, എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയറാണ്. എനിക്ക് ഈ സ്റ്റേജിലൊക്കെ ഒറ്റയ്ക്ക് കയറിയുന്ന പ്രസംഗം അങ്ങനത്തെ സ്പീച്ച് പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര മുട്ടടിക്കുന്നൊരു പരിപാടിയുണ്ട്. അതെ, അത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കൊരു ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ അതുപോലെ തന്നെ ക്രൗഡിനെ ഫേസ് ചെയ്യാനൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ വർക്കൗട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി. ഹോഴ്സ് റൈഡിങ് പഠിച്ചു. അല്ലെങ്കിൽ ഞാൻ വെറുതെ നടക്കുന്ന ഒരാളാണെങ്കിൽ ഹോഴ്സ് റൈഡിങ് ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് ഞാൻ ഹോഴ്സ് റൈഡിങ് പഠിച്ചു. ഇപ്പോഴും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാൾക്ക് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ആ സിനിമ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പടം കൂടി ചെയ്യേണ്ട ഗോൾഡ് 19ാം നൂറ്റാണ്ട് ചെയ്ത് കഴിഞ്ഞൊരു ഗ്യാപ്പിലാണ് ഗോൾഡ് ചെയ്യുന്നത്. ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. അപ്പം അതിൽ ആ സോങ് ഒരു ടങ് ട്വിസ്റ്റർ ആയിട്ടുള്ള സോങ് ആണ്. ഉരലുരുളുമ്പോൾ അതെപ്പോഴും പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉരലുരുളുമ്പോൾ പരലുരുളും അത് പഠിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത് ശബരി എനിക്ക് ശബരി പാടിയിട്ട്
എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ വണ്ടിക്കകത്ത് പോകുന്ന സമയത്തൊക്കെ ഇത് കേട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. പാടാൻ ഭയങ്കര പാടായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു. ഇപ്പൊ പാടാൻ പറഞ്ഞാലും എനിക്കത് കിട്ടില്ല. അല്ല, ഗോൾഡിനെ പറ്റി അൽഫോൺസ് എന്തെങ്കിലും പറയാറുണ്ട് ആസ് എ ഫ്രണ്ട്? ഹ്യൂജ് എക്സ്പെക്ടേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഗോൾഡിന് സംഭവിച്ചെന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അൽഫോൺസോ തന്നെയാണ്. അപ്പോൾ അതിന്ന് എന്താ പറയുക, അവൻ ഏത് സിനിമയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നേരായിക്കോട്ടെ പ്രേമമായിക്കോട്ടെ, അപ്പോൾ എന്താ പറയുക, സക്സസ് ആണെങ്കിലും നേരവും പ്രേമം ഭയങ്കര രീതിയിലുള്ള സക്സസ് ആയിരുന്നു. അപ്പോൾ അത് തന്നെ അവനത് ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഗോൾഡ് അത്ര വർക്കാവാതെയും പിന്നെ ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഇതിലൊക്കെ ഭയങ്കര രീതിയിലുള്ള ചീത്തവിളിയും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടൊരു ഇതുണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യില്ല. നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും നമ്മളത് വർക്കാവാണ്ട് വരുമ്പോൾ നമ്മളത് എഫക്റ്റ് ചെയ്യില്ല. കാരണം നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ സിനിമ പാഷനേറ്റായിട്ട് നിൽക്കുന്ന ആൾ അൽഫോൺസാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അത്രത്തോളം സിനിമയെ ഉള്ളിലെടുത്തിട്ടാണ് ഓരോ സിനിമയും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ആള് കയറി സെറ്റായി വന്നിട്ടുണ്ട്. പ്രേമം മാത്രമല്ല, റിയൽ ലൈഫ് പ്രേമത്തിലും അൽഫോൺസ് പുത്രന്റെ പറഞ്ഞ ഷട്ടറിന്റെ ഹിന്ദി ചെയ്യാനായിട്ട് മുംബൈയിൽ അമ്മമാര് പോയി നിൽക്കണം. കോരേഗാവില് പോയി ഫ്ലാറ്റൊക്കെ എടുത്ത് അവർ പ്രൊഡക്ഷൻ കമ്പനീസിനെയും പ്രൊഡക്ഷൻ മാനേഴ്സിനെയൊക്കെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഏകദേശം ഒരു 2-3 മാസമായിട്ട് അവിടെ മുംബൈയിലുണ്ട്. ഞാനിവിടെ തേർഡ് വേൾഡ് ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഉമ്മാർ മുംബൈയിലേക്ക് തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്ന് തിരിച്ച് മുംബൈയിലേക്ക് പോകുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മുംബൈയിലേക്ക് പോകുന്നത്. അന്ന് ശ്രുതിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമ്മൾ മെസ്സേജസ് അയക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് ഫോണിൽ. എന്നാൽ നേരിട്ട് കണ്ടിട്ടില്ല, ഒന്നുമില്ല. അമ്മമാരുടെ കൂടെ അവിടെ മുംബൈയിൽ പോയതുകൊണ്ടാണ് മുംബൈ കാണാൻ പറ്റിയത്, ശ്രുതിയെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ പിന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതും പിന്നെ കല്യാണത്തിലേക്ക് ശരിക്കും തീർച്ചയായിട്ടും. ആ അൽഫോൺസ് അന്ന് നമ്മൾ അൽഫോൺസിന് ഈ പറയുന്ന പോലെ ഒരു 6 സെൻസോ 7 സെൻസോ 8 സെൻസോ അങ്ങനെ അന്ന് ഞാനും ശ്രുതിയും കണ്ടു കഴിഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ ബർത്ത്ഡേക്ക് ശ്രുതിയും ഫ്ലാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, കേക്കൊക്കെ കിട്ടിയാണ്. അപ്പം അന്നാണ് ആദ്യമായിട്ട് ശ്രുതിനെ കാണുന്നത്. അപ്പോൾ അൽഫോൺസ് പറഞ്ഞു ഇത് തന്നെയാണ് നിങ്ങൾ സെറ്റാണെന്നുള്ളത് അന്ന് തന്നെ പറഞ്ഞായിരുന്നു. നമുക്ക് കുറച്ചും കൂടി പഴയ കാലഘട്ടത്തിലേക്ക് പോവാം. ജസ്റ്റ് ഫൺ ചുമ്മാ എന്നൊരു പരിപാടി ഉണ്ട്, അമൃത ടിവിയിൽ വന്നിരുന്ന സിറ്റ്കോം ആയിരുന്നു. അന്നത്തെ ഫ്രണ്ട്സ് കണ്ട് ഇൻസ്പയർ ആയി ചെയ്ത പരിപാടിയാണ്. പ്രമോദ് മോഹനാണത് ഡയറക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ അതിന്റെ ഫാൻസ് ഉണ്ട് ഇപ്പോൾ? എപ്പോഴും ഉണ്ട്. അന്നും ഭയങ്കര ഫാൻസ് ആയിരുന്നു. ഇപ്പോഴും നമ്മൾ ജസ്റ്റ് ഫൺ ചുമ്മയുടെ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അന്ന് യൂട്യൂബും ഇതൊന്നും അത്രയും പോപ്പുലർ അമൃതയിലാണ് ടെലികാസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മന്ത്ലി നമ്മളൊരു ഓൾമോസ്റ്റ് 20 to 25 ഡേയ്സ് അഭിനയിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മളിങ്ങനെ എന്താ പറയുക, അഭിനയിച്ച് നമ്മളിങ്ങനെ ട്യൂണ്ടായിക്കൊണ്ടിരിക്കുക നമ്മളറിയാതെ തന്നെ. കാരണം എന്താ പറയുക, ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റേഴ്സ്. നമ്മൾ മുമ്പോട്ട് പോകുന്തോറും കാരണം സിനിമയിലേക്ക് വരുന്തോറും ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെയുള്ളത് നമ്മൾ പഠിക്കുന്നത് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ്. ഓരോ സിനിമ കഴിയുന്തോറും നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ ജസ്റ്റ് ഫൺ ചുമ്മാ എന്ന് പറയുന്ന സീരീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഡെയിലി അഭിനയിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. പിന്നെ നമുക്ക് ശമ്പളവും കിട്ടുന്നുണ്ട് മാസം. അപ്പോൾ ഒരു ഏണിങ്സുമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഓഡിയൻസിന് നമ്മൾ യൂഷ്വൽ ഒരു സീരിയൽ പോലത്തെ ഒരു പരിപാടി ആയിരുന്നില്ല, ഫണ്ണും അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ക്യാരക്ടർ റോയിച്ചൻ എന്ന് പറയുന്നത് ഒരിടയ്ക്ക് തന്നെ എല്ലാവരും റോയിച്ചൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഈവൻ അതിൽ അഭിനയിക്കുന്ന ഇപ്പോൾ ശരൺ, പിന്നെ അതിനകത്ത് ക്ഷമ എന്ന് പറയുന്നവരൊക്കെ റോയിച്ചൻ എന്നൊക്കെ തന്നെയാണ് എന്നെ എപ്പോഴും വിളിക്കുന്നത്. അത് നമ്മൾ കുറേ നാൾ ആ ക്യാരക്ടറായിട്ട് ആൾക്കാർക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആ പേരിങ്ങനെ ഓട്ടോമാറ്റിക്കലി വിളിക്കുന്നതല്ലേ. കേരളത്തിലെ ഫ്രണ്ട്സ് ആയിരുന്നു അത്. കേരളത്തിലെ ചെറിയ രീതിയിലുള്ള ഫ്രണ്ട്സ്, നമുക്ക് കിട്ടുന്ന ബഡ്ജറ്റും ഇതൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്ത ചെറിയൊരു ഫ്രണ്ട്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സംഭവം, അത്ര ഉദ്ദേശമുള്ളൂ. അതായത് എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ പലരും പല ജോലികൾ അല്ലെങ്കിൽ കുറേ ഡ്രീമായിട്ട് വന്നേക്കുന്ന ആനന്ദ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത ശ്രീറാം, അവൻ സിനിമ അഭിനയ മോഹമായിട്ട് വന്നേക്കുന്നു. ഞാനൊരു കഫേ നടത്തുന്നു. അങ്ങനെ എന്താ പറയുക, പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ജോയിൻ്റ് ആയിട്ടൊരു ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അതിൻ്റെ ഫണ്ണും പരിപാടികളൊക്കെ ആയിരുന്നു. അന്നത് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അൽഫോൺസ് പുത്രൻ മെന്ററാണോ ഫ്രണ്ടാണോ എന്ന് വെച്ചാൽ ഏത് സെലക്ട് ചെയ്യും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ
കൊടുക്കൂലേ? കാരണം മെന്ററും കൂടിയാണ്. അപ്പൊ ഫ്രണ്ടായിരുന്നു ആദ്യം, മെന്റർ ഫ്രണ്ട് അല്ലേ? മെന്റർ ഫ്രണ്ടായിരുന്നു ആദ്യം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന സിനിമ കാര്യങ്ങളും പരിപാടികളൊക്കെ. മെന്റർ എന്ന് പറയട്ടെ, പണ്ട് നമ്മൾ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് ഐഡിയാസും പരിപാടികളൊക്കെ പറഞ്ഞുകൊണ്ട് അൽഫോൺസാണ്. അതുണ്ടായിരുന്നു ഞങ്ങൾക്ക്. എന്താ പറയുക, ഞങ്ങളുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പഠിത്തം കഴിഞ്ഞിട്ട് BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹം തോന്നിയപ്പം, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ വഴി എന്ന് മനസ്സിലാക്കിയപ്പോൾ അൽഫോൺസിനോടാണ് പറയുന്നത്. പുള്ളിയാണ് ഓഡീഷൻ ഒക്കെ വിടുന്നത് അല്ലേ, മലർവാടി ആർട്സ് ക്ലബിന്റെ. കാരണം അന്ന് ഈ പറയുന്ന യൂട്യൂബ് വീട്ടിൽ സിസ്റ്റമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കഫേയിലാണ് പോകുന്നത്. എന്തെങ്കിലും ഇപ്പോൾ ഫേസ്ബുക്ക് ഇതൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഫേയിൽ പോയി ഓപ്പൺ ചെയ്ത് നോക്കും. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ എല്ലാം പോയി നോക്കും. അല്ലെങ്കിൽ ഇവനൊക്കെ ചെന്നൈയിൽ നിന്ന് വരുന്ന സമയത്ത്, അൽഫോൺസൊക്കെ ചെന്നൈയിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ സിസ്റ്റത്തിൽ പോയി അങ്ങനെയൊക്കെ ലോഗിൻ ചെയ്തൊക്കെ നോക്കാറുള്ളൂ. അപ്പോൾ യൂട്യൂബും പരിപാടികളൊക്കെ ഫുൾ ഓൺ നോക്കിക്കൊണ്ടിരുന്നത് അൽഫോൺസാണ്. അപ്പോൾ യൂട്യൂബിലാണ് വിനീത് ഈ പറയുന്ന ഓഡിഷൻ കോൾ ഇട്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് അൽഫോൺസാണ് നമ്മളെ വിളിച്ച് പറയുന്നത്. എൻ്റെ അടുത്തും നിവിൻ്റെ അടുത്തും വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഓഡിഷൻ കോളുണ്ട്, നിങ്ങൾ അയച്ചോ എന്ന് പറയുന്നത്. എന്നാൽ അതിന് മുന്നേ നമ്മൾ അൽഫോൺസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അഭിനയം. ഞാൻ അതിന് മുമ്പേ സംസാരിച്ചു അൽഫോൺസിൻ്റെ അടുത്ത്, എനിക്കിങ്ങനെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെയുള്ളത് അവൻ്റെ അടുത്താണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. ഇപ്പം ഒരു ആക്ടർ ആവാൻ എന്താ ചെയ്യേണ്ടതെന്ന് സിജുവിൽസിനോട് ഒരാൾ ചോദിച്ചാൽ എന്ത് പറയും? ആക്ടറായിട്ട് അഭിനയിക്കുക എന്നുള്ളത് പറയാനുള്ളൂ. ചെറിയ പീസ് കിട്ടിക്കഴിഞ്ഞാലും അത് അഭിനയിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ കീപ് വർക്കിംഗ് ഓൺ ഇറ്റ്. ഫോക്കസ്ഡ് ആയിട്ട് അതിൻ്റെ പുറകെ പോവുക, സിനിമകൾ കാണുക. പിന്നെ നമ്മൾ എന്താ പറയുക, ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കീപ്പ് ഓൺ ട്രൈയിങ് എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. എൻ്റെ അടുത്ത് ഇപ്പോഴും ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട്, ചേട്ടാ അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ ചേട്ടനൊരു ചാൻസ് വാങ്ങിച്ചോ? ഞാൻ പറയാം, ഞാൻ തന്നെ ചാൻസ് നല്ലൊരു ചാൻസ് ഇട്ടിരുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓഡീഷൻസും അങ്ങനത്തെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ സജസ്റ്റ് ചെയ്യും, അങ്ങനത്തെ പരിപാടികൾ ചെയ്യാറുണ്ട്. അതാണ് അതിനുള്ള ഭാഗം തന്നെ പറയുന്നത്. ഇപ്പോൾ നിലവിലിപ്പോൾ കണ്ടില്ല, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫോണുണ്ട്. എന്ത് പീസ് ഓഫ് അഭിനയം ആയിക്കോട്ടെ, എന്ത് കോണ്ടന്റ് ആയിക്കോട്ടെ, നമുക്കത് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള സ്പേസസും പ്ലാറ്റ്ഫോംസും ഉണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ഫോക്കസ്ഡ് ആയിട്ട് പോകാന്നുള്ളതാണ്. ഇപ്പം നിവിൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് വഴിവെട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. അതെ, ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ പോകേണ്ടി വരും. ഇപ്പോൾ ലൈഫിലാണെങ്കിലും അങ്ങനെയല്ല, നമ്മളൊരു ഫാമിലി ആയിട്ട് തുടങ്ങും. പഠിത്തം ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ഫാമിലി ഇതിലേക്ക് വരും. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും, ആ റെസ്പോൺസിബിലിറ്റി എടുത്തത്. അതുപോലെ തന്നെയാണ് ഏതൊരു പ്രൊഫഷനിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി എടുത്ത് മുമ്പോട്ട് കൊണ്ടുവരും. എന്നാലും നമ്മൾ സ്വയം വളരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പോകും. അങ്ങനെയല്ലല്ലോ, നമ്മൾ എല്ലാവരുടെ ഒപ്പം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വളരുമ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരുമിച്ച് ഒരു സിനിമയിലേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അതിനൊരു സ്കോപ്പ് ഉണ്ടോ? ആലോചന, ആ പ്രതീക്ഷ, അത് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഇനിഷ്യേറ്റീവ് അൽഫോൺസിൻ്റെ എടുക്കണം, അവൻ തന്നെ വിചാരിക്കണം. ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അത് സംഭവിക്കട്ടെ എന്നുള്ളതാണ്. നമ്മളതിനൊരു ഫോഴ്സ്ഡ് ആയിട്ട് ഒരിക്കലും അതിനെ സമീപിക്കാറില്ല. അത് സംഭവിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു ആ ഒരു പേഷ്യൻസ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒരു വെയിറ്റ് ചെയ്ത് വെറുതെ ഇരിക്കല്ല, എല്ലാവരും ഇൻഡിവിജ്വലി അവരവരുടെ സിനിമകൾ ചെയ്ത് നമ്മൾ ആസ് ആൻ ആക്ടർ നമ്മുടെ പേര് എവിടെയെങ്കിലും തങ്കലിപികളിൽ എഴുതി ചേർക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും അതിനുള്ള ശ്രമത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് പഴയ പോലെ ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും സമയം കിട്ടാണെന്ന് പറഞ്ഞാൽ എല്ലാവരും പല ഷൂട്ടിലാണ്, എല്ലാവരും ഒരുമിച്ച് കാണലാണ്. ഞാൻ ഇവനെ കണ്ടിട്ട് കുറച്ചായി, 1 വർഷത്തിൽ കൂടുതലായി. അല്ലല്ലോ, സോറി, 1 വർഷത്തില്ല, റീസെൻ്റ്ലി ഉണ്ടായിരുന്നു. റീസെൻ്റ്ലി ഒരു 1 month ബാക്ക് ഉണ്ടായിരുന്നു. അതുവരെ ഏകദേശം 1 വർഷമായിരുന്നു. ആ കാണുന്നതിന് മുമ്പ് 1 വർഷത്തെ ഗ്യാപ്പിലാണ് പിന്നെ കണ്ടത്. കാണില്ല, പക്ഷെ ഫോണിൽ സംസാരിക്കാറുണ്ട്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരുമിച്ച് ഒത്തുകൂടാനായിട്ട് ടൈം കിട്ടിയിട്ടില്ല. അത് വേഗം അൽഫോൺസ് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിങ്ങൾ 4 പേരെ ഒരുമിച്ച് കാണാനും പറ്റട്ടെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പം വിചാരിച്ച ഡോസിലേക്ക് എത്തട്ടെ, ഹിറ്റാവട്ടെ. ഡോസ് നല്ലൊരു ഡോസായിട്ട് ഓഡിയൻസിന് ഫീൽ ചെയ്യണം. സൂപ്പർ. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഷാഫി.